നമസ്കാരം. രണ്ടാഴ്ചക്കിടെ കേരളത്തിന്റെ പുറംകടലിൽ രണ്ടാമത്തെ കപ്പലപകടം ഉണ്ടാകുമ്പോൾ തീരത്തുള്ളവരുടെ മനസ്സിൽ ഉയരുന്നത് ആശങ്കകളുടെ അലകളാണ്. ദുരന്തമായി മാറിയ വാൻഹായ് 503 കപ്പലിലെ തീയണയ്ക്കാനും കാണാതായ 4 പേർക്കായുള്ള തിരച്ചിലിനും ഇന്നും പ്രതീക്ഷിച്ച ഫലം കണ്ടില്ല. അതേസമയം തുടർച്ചയായി ഉണ്ടായ കപ്പൽ ദുരന്തം ഗുരുതര പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്ന വിദഗ്ധരുടെ വിലയിരുത്തൽ ഗൗരവമുള്ളതാണ്. 2 കപ്പലുകളിലും ഉണ്ടായിരുന്ന കണ്ടെയ്നറുകളിൽ രാസവസ്തുക്കളും കീടനാശിനികളും അടങ്ങുന്ന വിഷപദാർത്ഥങ്ങളാണെന്നിരിക്കെ ഇത് കടലിൽ കലർന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുക്കൾ ചെറുതായിരിക്കില്ല. മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനം മാത്രമല്ല, മീൻ കഴിക്കുന്നവരുടെ ആരോഗ്യത്തെയും ഇതെങ്ങനെ ബാധിക്കും എന്നതാണ് സാധാരണക്കാരുടെ സംശയം. ആഴ്ചകൾക്ക് മുൻപ് അപകടത്തിൽപ്പെട്ട MSC എൽസ 3 എന്ന കപ്പൽ മുങ്ങിയ സംഭവത്തിൽ കപ്പൽ കമ്പനിക്കെതിരെ കൊച്ചി തീരദേശ പോലീസ് കേസെടുത്തത് ഇന്നാണ്. ആശങ്കകൾ ഒന്നിനു പുറകെ ഒന്നായി തീരമണയുമ്പോൾ വിദഗ്ധർക്ക് പറയാനുള്ളത് എന്താണ് എന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു ഇന്ന് എൻകൗണ്ടർ പ്രൈം. പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ വിഷയത്തിൽ വിദഗ്ധരുടെ പാനലാണ് ഇന്ന് എൻകൗണ്ടർ പ്രൈമിൽ നമ്മുടെ അതിഥികളായി എത്തിയിട്ടുള്ളത്. അഡ്വക്കേറ്റ് VJ മാത്യു, മറൈൻ നിയമ വിദഗ്ധൻ, കൊച്ചിയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പമുണ്ട്. അക്വാട്ടിക് എൻവയോൺമെന്റ് മാനേജ്മെന്റ് വകുപ്പ് മേധാവി, കുഫോസ് മേധാവി ഡോക്ടർ അനു ഗോപിനാഥ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഷിപ്പ് ടെക്നോളജി കുസാറ്റിൽ നിന്ന് ശ്രീ അരവിന്ദ് KR ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഒപ്പം തീര ഭൂസംരക്ഷണ സമിതിയുടെ ശ്രീമതി മാഗ്ലിൻ പീറ്റർ, ഇവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന വിദഗ്ധർ. ശ്രീ അരവിന്ദ് KR സർ, ഈ കപ്പൽ മുങ്ങിയ ശേഷം, അതായത് ഇപ്പോൾ എൽസയുടെ കാര്യത്തിലാണെങ്കിലും അതല്ല ഇപ്പോൾ ഈ വാൻഹായ് 503യുടെ കാര്യത്തിലാണെങ്കിലും, ഇതിനകത്ത് ഈ കപ്പൽ കണ്ടെത്താൻ ഇപ്പോൾ ഇവിടെയാണെങ്കിൽ തീ അണയ്ക്കാനുള്ള തീവ്രമായ ശ്രമം തുടരുന്നു. കാണാതായ 4 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിലുണ്ട്. എൽസ 3യുടെ കാര്യത്തിലാണെങ്കിൽ കപ്പൽ കടലിൻ്റെ അടിത്തട്ടിൽ നിന്ന് കണ്ടെത്താൻ നടത്തുന്ന ശ്രമങ്ങളാണ്. ഇതെല്ലാം എത്രത്തോളം ഫലം കാണുന്ന ഒരു ഉദ്യമമാണ്? ഞാനത് ചോദിക്കാൻ കാരണം, ഇന്ന് ഒരു റിപ്പോർട്ട് കണ്ടത് 18 വർഷം മുൻപ് കൊച്ചിയിലെ പുറംകടലിൽ MV മരിയസ് എന്ന കപ്പൽ മുങ്ങിത്താണത്. അത് കണ്ടെത്താനോ പുറത്തേക്ക് കൊണ്ടുവരാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അവസാന നിമിഷം ആ ശ്രമം ഉപേക്ഷിക്കുന്നതായിട്ടാണ് നമ്മുടെ മുന്നിലുള്ള അനുഭവം. ഇതേ അനുഭവമാണോ ഈ പുതിയ അത്യാധുനിക കാലഘട്ടത്തിലും നമുക്ക് സംഭവിക്കാൻ പോകുന്നത്? മുങ്ങിപ്പോയ കപ്പൽ അവിടെ കിടക്കുന്ന അനുഭവം. ഓക്കെ, ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഈ ആദ്യത്തെ നഷ്ടപ്പെട്ട ലോസ്റ്റ് ആയിട്ടുള്ള ഷിപ്പിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അവരുടെ കൃത്യമായിട്ടുള്ള കോർഡിനേറ്റ്സ് അത് ഫൈൻഡ് ഔട്ട് ചെയ്യപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൃത്യമായിട്ട് കപ്പൽ എവിടെയാണ് കിടക്കുന്നത്, അതിൻ്റെ പൊസിഷൻ എന്താണ്, അതിൻ്റെ കോർഡിനേറ്റ്സ് എന്താണ്, ലാറ്റിറ്റ്യൂഡ് ലോങ്ങിറ്റ്യൂഡ് കോർഡിനേറ്റ്സ് എന്താണ്, ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഈ ഒരു ടീമിനെ ഡിപ്ലോയ് ചെയ്തും ഈ ടീം ഓൾറെഡി ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് വിവരങ്ങൾ ഇവർക്ക് ലഭിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പറഞ്ഞത് ശരിയാണ്, ചില ഹൈ സീസിലൊക്കെ പോകുന്ന ചില കപ്പലുകൾ ഇങ്ങനെയുള്ള ആക്സിഡൻറ്റിൽ പെടുമ്പോൾ ചിലപ്പോൾ അത് ട്രാക്ക് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരാറുണ്ട്. പക്ഷേ ഇവിടുത്തെ കേസിൽ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് ധാരണ കിട്ടിയിട്ടുണ്ട്. ഷിപ്പ് ഏത് പൊസിഷനിലാണ് കിടക്കുന്നത്, ഏത് കോർഡിനേറ്റ്സിലാണ് കിടക്കുന്നത്, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണ ഓൾറെഡി ഈ ടീമിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു അത്തരത്തിലൊരു ആശങ്കപ്പെടേണ്ട കാര്യം ഈ ആദ്യത്തെ കേസിൽ, ഈ MSCയുടെ കപ്പലിൻ്റെ കേസിൽ നമുക്ക് നമ്മളതിനെക്കുറിച്ച് ബോധവാന്മാരാകേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓൾറെഡി ഇത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈ കോർഡിനേറ്റ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്, ഇനി ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത് ഈ നഷ്ടപ്പെട്ട കപ്പലിൽ ഉള്ള കണ്ടെയ്നേഴ്സ്, ഇതിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ ഇതിനകത്തുള്ള മെറ്റീരിയൽസിൻ്റെ സ്പെസിഫിക്കേഷൻ, അതിനകത്ത് ഹസാർഡസ് ആയിട്ടുള്ള കാർഗോ ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളും ഇനി അത് സാൽവേജ് ചെയ്ത് എടുക്കാനുള്ള കാര്യങ്ങളുമാണ് അടുത്ത് ചെയ്യേണ്ടത്. മൂന്നാമത്, ഇതിനകത്ത് ഉള്ള ഫ്യൂൽ ഓയിൽ, അതിനെക്കുറിച്ച് ധാരാളം ചർച്ചകൾ വന്നിരുന്നു. ഈ HFO എന്ന് പറഞ്ഞൊരു ഒരു ഫ്യൂവലാണ് നമ്മൾ കപ്പലുകളിൽ സാധാരണ ഉപയോഗിക്കുന്നത്, ഹെവി ഫ്യൂൽ ഓയിൽ. ഇത് നമുക്ക് യഥാർത്ഥത്തിൽ ഒരു റോഡൊക്കെ ടാർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാറിനോട് വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ അത് റിക്കവർ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്, ഹസാർഡസ് ആയിട്ടുള്ള കാർഗോസ്,
കപ്പലിൻ്റെ കണ്ടെയ്നേഴ്സിലുള്ള ഹസാഡസ് ആയിട്ടുള്ള കാർഗോസ് റിക്കവർ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ആക്ടിവിറ്റീസുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് എക്സ്പെർട്ട് ആയിട്ടുള്ള സാൽവേജ് ടീംസ് ഗ്ലോബലി ഉണ്ട്. അല്ല ശ്രീ അരവിന്ദ്, അത് അവരുടെ ശ്രമമാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഈ സിംഗപ്പൂർ ആസ്ഥാനമായിട്ടുള്ള ഈ TNT സാൽവേജിന്റെ മുങ്ങൽ വിദഗ്ധനാണ് ഇപ്പോൾ ഈ എൽസയുടെ കാര്യത്തിൽ കണ്ടെത്തി അത് പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. പക്ഷേ ഇത്രയും ഇതൊക്കെ നടക്കുമ്പോഴും ഇതിലൊരു പുരോഗതി നമുക്ക് കാണാൻ കഴിയുന്നില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്, ഈ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ വിഷം കലർന്നു നിൽക്കുന്ന ഈ പദാർത്ഥങ്ങൾ അത് കടലിലേക്ക് അലിഞ്ഞു ചേരാനുള്ള സാധ്യത, അതുണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്തുകൾ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ പൂർണ്ണമായി തടയാൻ നിലവിലെ സംഘത്തിന് അല്ലെങ്കിൽ നിലവിലെ ശ്രമങ്ങൾക്ക് കഴിയുമോ? ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ എഞ്ചിനിൽ പോലും, മെയിൻ എഞ്ചിനിലെ ടാങ്കിൽ പോലും ചോർച്ചയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഈ ഓയിൽ സ്പിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇത് സാങ്കേതികമായി എത്രത്തോളം സാധ്യമാണ്? അത്തരത്തിൽ ഇത് പൂർണ്ണമായി ഫലപ്രദമായിട്ടുള്ള മുൻ അനുഭവങ്ങൾ നമുക്കുണ്ടോ എവിടെയെങ്കിലും, ലോകത്ത് എവിടെയെങ്കിലും? അതെ, ഓക്കെ. അപ്പോൾ ഇതിനകത്ത് രണ്ട് വിഷയങ്ങളാണ് നിങ്ങൾ കാണിച്ചത്. ആദ്യത്തേത് ഈ കപ്പലിൽ കണ്ടെയ്നേഴ്സിലുള്ള ഹസാഡസ് കാർഗോയുടെ ഭാവി എന്താണ്, അല്ലെങ്കിൽ അതുമൂലം കാര്യമായിട്ട് പാരിസ്ഥിതികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നതും. രണ്ടാമത് ഇതിനകത്തുള്ള ഫ്യൂൽ ഓയിലിൻ്റെ അത് ലീക്കായിട്ട് ഉണ്ടാകുന്ന പ്രോബ്ലംസ് കുറിച്ചാണ് ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കേസിൽ ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ഹസാഡസ് ആയിട്ടുള്ള കാർഗോസ് കണ്ടെയ്നേഴ്സിൽ ലോഡ് ചെയ്യുമ്പോൾ അത് IMDG ഇൻ്റർനാഷണൽ മാരിടൈം ഡേഞ്ചറസ് ഗുഡ്സ് കോഡ് എന്ന് പറഞ്ഞൊരു കോഡ് പ്രകാരമാണ് ഇതിനകത്ത് ലോഡ് ചെയ്യുക. അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാർഗോസിനെ കാറ്റഗറൈസ് ചെയ്ത് ഈ കാറ്റഗറൈസേഷന് അനുസരിച്ചിട്ട് അത് ഈ പറയുന്ന പോലെ വെതർ പ്രൂഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ ഇൻഡിവിജ്വൽ ടോട്ടീസ് ആവാം അല്ലെങ്കിൽ ഡ്രംസ് ആവാം. അത് ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള കെമിക്കലിൻ്റെ നേച്ചർ അനുസരിച്ച് അതിനെ കാറ്റഗറൈസ് ചെയ്ത് കൃത്യമായ രീതിയിൽ പാക്ക് ചെയ്ത് ആണ് ഈ കണ്ടെയ്നേഴ്സ് ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കണ്ടെയ്നേഴ്സ് കടലിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയാലും പെട്ടെന്നൊന്നും ഇത് ബ്രീച്ച് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇത് ഇൻഡിവിജ്വലി ചെറിയ യൂണിറ്റ്സ് ആക്കിയിട്ട്, കാരണം കെമിക്കലിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി, ആ കെമിക്കലിൻ്റെ നേച്ചർ അനുസരിച്ച് ഇൻഡിവിജ്വൽ ചെറിയ കാർട്ടൽസിലോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ടോട്ടീസിലോ ഇൻഡിവിജ്വൽ ബാരൽസിലോ ആക്കിയിട്ട് ഇത് യുണൈറ്റഡ് നേഷൻസിൻ്റെ IMOയുടെ റെഗുലേഷൻ പ്രകാരമുള്ള രീതിയിൽ പാക്ക് ചെയ്താണ് ഇത് സാധാരണ ഹസാഡസ് കാർഗോസ്, ഹസാഡസ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള കാർഗോസിനെ കണ്ടെയ്നേഴ്സ് ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടെയ്നേഴ്സ് കടലിൽ നഷ്ടപ്പെട്ടു പോയാലും പെട്ടെന്നൊന്നും വളരെ ക്വിക്കായിട്ടൊന്നും ഇത് ആക്ച്വലി കടൽ വെള്ളത്തിൽ കലരാനോ അല്ലെങ്കിൽ ഡാമേജായി പോകാനുള്ള സാധ്യത കുറവാണ് ആദ്യത്തെ കേസിൽ, അതായത് MSC എൽസയുടെ കേസിൽ. രണ്ടാമത് ഇപ്പോൾ നമ്മൾ വാൻഹോയുടെ കേസിലുള്ള കാര്യം എന്ന് വെച്ചാൽ ഫയർ ഉണ്ടായിട്ടുണ്ട്. ഫയർ ഇതിന് ഒരു പ്രയാസം ഉണ്ടാക്കും. കണ്ടെയ്നേഴ്സിന് ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫയർ മൂലം അത് കലരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ആദ്യത്തെ കേസിൽ നമ്മൾക്ക് ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ മെറ്റീരിയൽസിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. അതിനനുസരിച്ചിട്ടുള്ള പാക്കിംഗ് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതും. അത് IMDG കോഡിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ കോഡ് പ്രകാരമാണ് കമ്പനീസ് അല്ലെങ്കിൽ ഫ്രൈറ്റ് ഫോർവേഡേഴ്സ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ അത് അത്തരത്തിൽ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കലരാനും മറ്റുള്ള രീതിയിലുള്ളൊരു ഒരു കാറ്റാസ്ട്രോഫിലോട്ട് പോകാനുമുള്ള സാധ്യത തുലോം വിരളമാണ് എന്നാണ് പറയാനുള്ളത്. ഡോക്ടർ അനു ഗോപിനാഥ്, ഇപ്പോൾ ഈ കപ്പലിലെ കണ്ടെയ്നറുകൾ മുഴുവനായി വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അതുണ്ടാക്കാൻ പോകുന്ന വലിയ പാരിസ്ഥിതിക ആഘാതത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ആശങ്കപ്പെടുന്നത്. ഇപ്പോൾ പെട്രോ കെമിക്കൽസ് ഉണ്ട്, പ്ലാസ്റ്റിക് ബീഡ്സ് ഉണ്ട്, പെയിൻറ് കീടനാശിനികളുണ്ട്, പെയിൻ്റ് ഉണ്ട്, കീടനാശിനികളുണ്ട്. ഇങ്ങനെ ഈ അപകടകരമായ വിഷാംശം കലർന്നിട്ടുള്ള വസ്തുക്കളാണ് അതിലുള്ളത്. അപ്പോൾ ഇപ്പോൾ തീരദേശത്ത് ജീവിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ ഉപജീവനത്തെ എങ്ങനെ ബാധിക്കുമെന്നത് മാത്രമല്ല, ഇപ്പോൾ സാധാരണക്കാരായ ആളുകൾ, ഇപ്പോൾ കൊച്ചിയിലാണെങ്കിൽ കൊച്ചിയിൽ കഴിയുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക ഇനി ഇത് മത്സ്യത്തെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ്. നമുക്കിനി മത്സ്യം വാങ്ങാൻ പറ്റുമോ? മീൻ വാങ്ങുന്നത് സുരക്ഷിതമാകുമോ? അതല്ല ഈ സീ ഫുഡിനെ മുഴുവൻ ഇത് ബാധിക്കുമോ എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ ആ തരത്തിലുള്ള ആശങ്കയ്ക്ക് സ്ഥാനമുണ്ടോ?
നേരത്തെ ഡോക്ടർ അരവിന്ദ് പറഞ്ഞതുപോലെ തന്നെ 2 തരത്തിലുള്ള കപ്പൽ ദുരന്തങ്ങളാണ് നാം കഴിഞ്ഞ 3 ആഴ്ചക്കിടെ കണ്ടത്. ഒന്ന് MSC എൽസയുമായിട്ടും രണ്ടാമത്തത് വാൻഹായുമായിട്ടും. ഈ 2 ദുരന്തങ്ങളെയും നമ്മൾ 2 രീതിയിലാണ് കാണേണ്ടത്. ആദ്യത്തേത് ഒരു കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ളതും രണ്ടാമത്തേത് കപ്പലിന് തീ പിടിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ദുരന്തവുമാണ്. അപ്പോൾ ആദ്യത്തേതിൽ തീർച്ചയായിട്ടും ഞാൻ ഈ 2 കപ്പലുകളിലെയും കണ്ടെയ്നർ ലിസ്റ്റുകൾ ഇന്ന് വിശദമായി എടുത്ത് പഠിക്കുകയുണ്ടായി. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് MSC എൽസയിൽ ഉണ്ടായിരുന്ന ഭൂരിഭാഗം കണ്ടെയ്നറുകളും empty കണ്ടെയ്നേഴ്സ് ആയിരുന്നു. ചിലതിൽ വുഡായിരുന്നു, ചില പേപ്പർ വേസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതുകൂടാതെ ഹസാർഡസ് കാറ്റഗറി എന്ന് നമുക്ക് പറയാവുന്നതായിട്ട് അതിനകത്ത് കാൽഷ്യം കാർബൈഡും കൂടാതെ തിരുവനന്തപുരത്ത് തീരത്തടിഞ്ഞതായിട്ടുണ്ടായിരുന്ന പ്ലാസ്റ്റിക് നേർഡിൽസുകളും ആയിരുന്നു. അപ്പോൾ ഇതിൽ ഡോക്ടർ അരവിന്ദ് പറഞ്ഞതുപോലെ തന്നെ എത്രത്തോളം സുരക്ഷിതമായിട്ടാണ് ആ കണ്ടെയ്നറുകൾ പാക്ക് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. അപ്പോൾ ഈ കണ്ടെയ്നറുകൾ വീണ്ടെടുക്കാനുള്ള ഒരു പ്രവർത്തനമാണ് നാം ഇന്നലെ മുതൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. നമ്മൾ ആ മുങ്ങിയ ഷിപ്പിൻ്റെ ലൊക്കേഷൻസ് നാം ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതുകൂടാതെ കണ്ടെയ്നറുകൾ എവിടെയെല്ലാം നമുക്ക് ലൊക്കേറ്റ് ചെയ്യാമെന്നുള്ളതും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയൊരു ഭീഷണി എന്ന് പറയുന്നത് ഈ പ്ലാസ്റ്റിക് പെല്ലറ്റ്സുകൾ തുറന്ന് കണ്ടെയ്നറുകളിൽ നിന്ന് സമുദ്രതീരത്ത് ഒഴുകിക്കിടക്കുന്നതായ ആ ഒരു പ്ലാസ്റ്റിക് നേർഡിൽസ് തീർച്ചയായിട്ടും അത് ഒരു വലിയ പാരിസ്ഥിതിക പ്രശ്നം തന്നെയാണ് ഉയർത്തുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു NGOകളും മറ്റ് കുറച്ച് ഏജൻസികളും ചേർന്ന് തീരത്തടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക്കുകളെ ഒരു പരിധി വരെ നമുക്ക് മാറ്റാനായിട്ട് സാധിച്ചു. പക്ഷേ എത്രത്തോളം കണ്ടെയ്നറുകൾ കടലിലേക്ക് തുറന്ന നിലയിലുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. കൂടാതെ ഈ കാൽഷ്യം കാർബൈഡ് കണ്ടെയ്നറുമായി ബന്ധപ്പെട്ട വലിയൊരു പാരിസ്ഥിതിക വിഷയം കഴിഞ്ഞ കുറച്ച് ആഴ്ചകളിലായിട്ട് പല രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുകയുണ്ടായി. അതിലെല്ലാം തന്നെ ഞാൻ കേട്ട ഉയർന്നു വന്ന ഒരു ഭീതിയായിട്ട് പലരും പറഞ്ഞ് ഞാൻ കേട്ടത് ഈ കാൽഷ്യം കാർബൈഡ് കണ്ടെയ്നറുകൾ അപ്പാടെ കടലിലേക്ക് തുറന്ന് വീഴുകയും വലിയ തോതിൽ ഒരു അസറ്റിലിൻ ജനറേഷൻ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ആശങ്ക നമ്മൾ കാണുകയുണ്ടായി. പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അസറ്റിലിൻ എന്ന് പറയുന്നത് ഈ കടലിലേക്ക് വന്ന് വീഴുന്ന ആ കാൽഷ്യം കാർബൈഡ് ജനറേറ്റ് ചെയ്ത് വരുന്ന അസറ്റിലിൻ അത് വളരെ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു കെമിക്കലാണ്. അതവിടെ ദീർഘകാലം തങ്ങി നിൽക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട അസറ്റിലിനുമായി ബന്ധപ്പെട്ട ഒരു പാരിസ്ഥിതിക ആശങ്ക അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഇനി വാൻഹായ് ദുരന്തവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് വേറൊരു കാഴ്ചപ്പാടിലാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. കാരണം ഡോക്ടർ അരവിന്ദ് പറഞ്ഞു, ഞാൻ ഈ കെമിക്കൽ കണ്ടെയ്നർ ലിസ്റ്റുകളെല്ലാം തന്നെ എടുത്തു പഠിച്ചു. അതിൽ ഹസാർഡസ് കാറ്റഗറി അല്ലെങ്കിൽ മറൈൻ പൊല്യൂട്ടൻ കാറ്റഗറി എന്ന് പറയുന്ന ഹസാർഡസ് ആയിട്ടുള്ള എല്ലാ കെമിക്കൽസും വന്നിരിക്കുന്നത് ഒന്നുകിൽ ഈ പറയുന്ന ഡ്രംസിലാണ് അല്ലെങ്കിൽ ടാങ്കുകളിലാണ്. അതല്ലാതെ ബോക്സസിൽ പാക്ക് ചെയ്തിട്ടുള്ള അത്രത്തോളം ഹസാർഡസ് അല്ലാത്ത കെമിക്കൽസും ഇന്നലെ കത്തിയ കപ്പലിലുണ്ടായിരുന്നു. ഇത് കൂടാതെ കുറച്ചധികം നാഫ്തലിൻ പാക്കേജുകൾ, അത് ഈ കപ്പലിനകത്ത് ഞാൻ മനസ്സിലാക്കിയത് അത് നാഫ്തലിൻ ബാഗ്സ് ആയിട്ടാണ് ഇതിനകത്ത് പാക്ക് ചെയ്തിരിക്കുന്നത്. അത്തരം ബാഗുകൾ ഇന്നലെ കത്തിയ ആ കപ്പലിൽ ഒട്ടനവധി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഞാൻ ആ ലിസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഇതിനകത്ത് ഈ കണ്ടെയ്നറുകൾ എത്രത്തോളം സുരക്ഷിതമായി അത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് നമുക്ക് നിൽക്കുന്ന എൽസയുമായി വിഭിന്നമായി ഇതിനകത്ത് നമുക്ക് നിലനിൽക്കുന്ന ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് ഈ കപ്പൽ കത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കപ്പലിനകത്തുള്ള ഈ കണ്ടെയ്നർ ലിസ്റ്റിലുള്ള ഈ കെമിക്കലുകൾ നമ്മളൊന്ന് എടുത്ത് പഠിച്ചു നോക്കുമ്പോൾ എൽസയിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന കെമിക്കലുകളെക്കാൾ കുറച്ചുകൂടി തീപിടിക്കാൻ സാധ്യതയുള്ള കുറച്ചധികം മറൈൻ പൊല്യൂട്ടൻ കാറ്റഗറിയിലുള്ള എൻവയൺമെൻ്റലി ഹസാർഡസ് ആയിട്ടുള്ള കാറ്റഗറിയിലുള്ള കണ്ടെയ്നറുകൾ തീ പിടിച്ചാൽ തന്നെ ഒരുപക്ഷെ പരിസ്ഥിതിയിലേക്ക് ലയിച്ചു ചേരാനോ അല്ലെങ്കിൽ കത്തിയമർന്നു പോകാനോ സാധ്യതയുള്ളതായിട്ടുള്ള കെമിക്കലുകളാണ് ഇന്നലെ കത്തിക്കൊണ്ടിരിക്കുന്ന ഈ കപ്പലിൽ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വലിയൊരു മാത്രവുമല്ല ഇതിനകത്തും പ്ലാസ്റ്റിക് ബീഡുകൾ, നമ്മൾ അവിടെ കണ്ട പ്ലാസ്റ്റിക് നേർഡിൽസ് തന്നെ മറ്റൊരു വകഭേദമായ പ്ലാസ്റ്റിക് ബീഡുകളും ഇതിനകത്ത് ചില കണ്ടെയ്നറുകളിൽ, അതൊരു ഡ്രംസിലാണ് പാക്ക് ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പ്ലാസ്റ്റിക് തീർച്ചയായിട്ടും കപ്പൽ കത്തിയിട്ടുണ്ട്, കണ്ടെയ്നർ കത്തിയിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് തീർച്ചയായിട്ടും അത് കത്തിയാൻ വരും. അതൊരിക്കലും അത് തീരത്തോട്ട് വന്നടിയാനുള്ള സാധ്യതയില്ല. പക്ഷേ
ഈ കണ്ടെയ്നറുകൾ കത്തുന്നതുമായി ബന്ധപ്പെട്ട് എത്രത്തോളം കെമിക്കലുകളാണ് നമ്മളുടെ തീരത്തേക്ക് വന്ന് അടിയുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ വരും കാലങ്ങളിൽ ആശങ്കയോടുകൂടി തന്നെ പഠനവിധേയമാക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇതിപ്പോൾ ഒരു മത്സ്യങ്ങളുടെ ഒരു പ്രജനന കാലമാണ്. അപ്പോൾ മത്സ്യങ്ങളുടെ ഒരു പ്രജനന കാലമായതുകൊണ്ട് തന്നെ ഈ കപ്പൽ തീ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ തീർച്ചയായും വലിയ മത്സ്യങ്ങൾക്കെല്ലാം തന്നെ ഇത്തരം ഒരു അപകടം മുൻകൂട്ടി കണ്ടുകൊണ്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു സാധ്യത മത്സ്യങ്ങൾക്ക് അതിനുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവുമുണ്ട്. എന്നിരുന്നാൽ അവിടുത്തെ സൂക്ഷ്മജീവികളും അല്ലെങ്കിൽ ഈ പ്രജനന കാലത്ത് അവിടെ ഉണ്ടാകുന്ന മത്സ്യങ്ങളുടെ മുട്ടകളും അവയുടെ ലാർവകളും എല്ലാം തന്നെ അവയ്ക്ക് എത്രത്തോളം ഈ ഒരു ദുരന്തത്തെ അതിജീവിക്കാൻ സാധിക്കും എന്നുള്ളത് അതും ഒരു വലിയ ഒരു പാരിസ്ഥിതിക പ്രശ്നമാണ്. ഇനി മാത്രമല്ല ഈ കത്തി അമരുന്ന കെമിക്കലുകൾ, അതായത് നാഫ്തലിൻ പോലെയുള്ള കെമിക്കലുകൾ, അതുപോലെ തന്നെ ട്രൈക്ലോറോ ബെൻസീൻ പോലെയുള്ള കെമിക്കലുകൾ, അമീൻ കോമ്പൗണ്ട്സ്, അതുപോലെ ടർപ്പൻറ്റൈൻ, പെയിൻറ്റ്, ഇത്തരം ഹസാഡസ് കാറ്റഗറിയിലുള്ള ഒട്ടനവധി കെമിക്കലുകളാണ് ഈ പറയുന്ന കപ്പലിൽ ഈ ഡ്രംസിലും ടാങ്ക്സിലും ഒക്കെ ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് സുരക്ഷിതമായിട്ട് ഇരിക്കട്ടെ എന്ന് നമുക്ക് മേഡം അതിനകത്തും ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നു. ഇപ്പോൾ എൽസ 3യിലെ കാർഗോ മാനിഫെസ്റ്റ് എന്താണെന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ വാൻഹൈയെ സംബന്ധിച്ച് എന്താണ് ആ കപ്പലിലെ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല. കാരണം അത് ഡയറക്ടർ ഓഫ് ഷിപ്പിംഗ് വളരെ കൃത്യമായിട്ട് തന്നെ അതിലെ വിവരങ്ങളെല്ലാം പുറത്തേക്ക് വന്നു. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഷുവറായിരുന്നു. പക്ഷേ എൽസയുടെ കാര്യത്തിൽ അങ്ങനെയല്ല, അത് അത്ര ട്രാൻസ്പെറൻ്റ് ആയിരുന്നില്ല. പിന്നീട് കോടതിയെ പോകുകയും ഇടപെടൽ ഉണ്ടാവുകയും ഒക്കെ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് എൻ്റെ സംശയം ഇപ്പോഴും അതിലെ കാർഗോ മാനിഫെസ്റ്റോ സംബന്ധിച്ച് വ്യക്തമായ ഒരു വിവരം കിട്ടിയെന്നുള്ളതാണ്. നമുക്ക് മറൈൻ നിയമ വിദഗ്ധൻ അഡ്വക്കേറ്റ് വിജയ് മാത്യു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സർ, ഇപ്പോഴാണ് ഈ MSC എൽസ അപകടത്തിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. സത്യത്തിൽ ഇപ്പോൾ ഈ വിവരങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ വളരെ നേരത്തെ തന്നെ ക്യാപ്റ്റനെ ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയെടുക്കുക, അതുപോലെ തന്നെ ഈ കപ്പൽ മുങ്ങുന്നതിന് മുൻപുള്ള വോയിസ് റെക്കോർഡർ, ലോഗ് ബുക്ക്, DVR തുടങ്ങിയ വിവരങ്ങളൊക്കെ ശേഖരിച്ചിരുന്നെങ്കിൽ ഇതിൽ ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുമായിരുന്നു എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. ഈ 2 കപ്പൽ ദുരന്തത്തിലും നമ്മുടെ നിയമപരമായ നടപടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അതിൽ പിഴവുണ്ടായി എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ അതിലേക്ക് വരാം. അതിനു മുൻപ് എനിക്ക് മുൻപ് സംസാരിച്ച 2 വിദഗ്ധർ പറഞ്ഞ ഒരു വിഷയത്തിലേക്കൊന്ന് കടന്നോട്ടെ. കാരണം ഇവർ താങ്കൾ പറഞ്ഞ പോലെ, അവതാരകൻ പറഞ്ഞ പോലെ, ഒരു ഔദ്യോഗിക കാർഗോ മാനിഫെസ്റ്റോ ഇനിയും പുറത്തു വന്നിട്ടില്ല. MSC എൽസയുടെ കാര്യത്തിൽ ഒരു ഒഫീഷ്യൽ കാർഗോ മാനിഫെസ്റ്റോ വന്നിട്ടില്ല. പകരം MSCയുടെ കൊച്ചി ഓഫീസിലെ ഒരു ഓഫീസർ സൈൻ ചെയ്ത മാനിഫെസ്റ്റോ വന്നത്. അത് ശരിയാണെങ്കിൽ പോലും ഞാനത് നോക്കിയപ്പോൾ 643 കണ്ടെയ്നറിൽ 81 എണ്ണം empty, അതിൽ 388 എണ്ണത്തിൽ കാൽഷ്യം കാർബൈഡ് ഉൾപ്പെടെയുള്ള കെമിക്കലുകളും അതുപോലെ എൻവയോൺമെൻ്റൽ അൺഫ്രണ്ട്ലി ആയിട്ടുള്ള നിരവധി വസ്തുക്കളും, അതിനൊപ്പം തന്നെ കുഫോസിലെ മാഡം പറഞ്ഞതുപോലെ വേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഷിപ്പിംഗ് അറിയാമാണെങ്കിൽ തൂത്തുക്കുടിയിലും മറ്റ് ഇന്ത്യൻ തുറമുഖങ്ങളിലും വിദേശ രാജ്യങ്ങളിൽ നിന്ന് മുനിസിപ്പൽ വേസ്റ്റ്, ടോയ്ലറ്റ് വേസ്റ്റ്, ഹസാഡസ് വേസ്റ്റ് എല്ലാം വന്ന് നമ്മുടെ തമിഴ്നാട്ടിലെയും കന്യാകുമാരിയിലെയും കിണറുകളിൽ നിക്ഷേപിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. ഇതുപോലെ ഈ വേസ്റ്റ് എന്താണെന്നുള്ളത് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇതിനകത്ത് നിരവധി, ഇപ്പോൾ ഞാൻ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് വായിക്കുന്നില്ല, നിരവധി കെമിക്കൽസ് ഇതിനകത്ത് കാണാം. അപ്പോൾ അതിനെ നമ്മൾ ലൈറ്റായിട്ട് കാണരുത്. അത് പറയുമ്പോൾ എനിക്ക് ഈ നാടോടിക്കാറ്റിലെ ഒരു സിനിമ പറയുന്ന പോലെയാണ്. ഇത്തിരി പരുത്തിക്കുരു, ഇത്തിരി തേങ്ങാപ്പിണ്ണാക്ക്, ഇത്തിരി വേറെ ഒന്ന് പാലിങ്ങനെ ഷർവറ എന്ന് പറയുന്ന പോലെ ഈ കുഫോസിൻ്റെ ആളുകളാണെങ്കിലും കുസാറ്റിൻ്റെ ആളുകളാണെങ്കിലും ഇതിനു മുൻപ് ഹിന്ദു ഡെയിലിയിൽ ഒരു ചർച്ച നടത്തിയിരുന്നു ഓൺലൈനിൽ. അതിനകത്ത് സെൻറ്റർ ഫോർ മറൈൻ ലിവിങ് റിസോഴ്സസിൻ്റെ ഒരു ഡയറക്ടർ, സെൻട്രൽ ഗവൺമെൻറ് ആണ്, ഇന്ത്യൻ ഓഷ്യോനാഗ്രാഫിക് സെൻറ്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ അതിൻ്റെ ഒരു ഡയറക്ടർ, കുഫോസിൻ്റെ തന്നെ വൈസ് ചാൻസലർ, ഇവരൊക്കെ പങ്കെടുത്ത ചർച്ചയിൽ എല്ലാവരും കുറച്ച് ബങ്കർ ഓയിൽ, കുറച്ച് കെമിക്കൽ, കുറച്ച് പ്ലാസ്റ്റിക് എല്ലാം വളരെ ലൈറ്റായിട്ട് കാണുവാണ്. ഇതിനകം തന്നെ നമ്മുടെ തീരത്ത് അടിഞ്ഞ് പൊട്ടി പൊളിഞ്ഞ് പുറത്ത് വന്ന 10-80 കണ്ടെയ്നറുകളുണ്ട്. അത് മുട്ടി നൂറുകണക്കിന് ബോട്ടുകൾക്കും ബോട്ടിൻ്റെ വലകൾക്കും മത്സ്യ ബോട്ടിൻ്റെ പല സ്ഥാപനം അപകടം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം വളരെ ലൈറ്റായിട്ട് കാണരുത് ഒരു ഭാഗത്ത്.
ഇത് പറയുമ്പോൾ FIR-ലേക്ക് ഞാൻ വരാം. FIR-ൽ വരുമ്പോൾ അല്ല സാർ ഞാൻ ഒരു കാര്യം എൻ്റെ ഇടയിൽ ചോദിച്ചോട്ടെ സാർ, ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്തുകൊണ്ടായിരിക്കും സാർ എന്തുകൊണ്ട് ഇതിപ്പോൾ നമുക്ക് പൊതുജനങ്ങൾക്ക് അറിയാൻ അവകാശപ്പെട്ടതാണല്ലോ ഈ കാര്യങ്ങൾ മുഴുവൻ? കാരണം ഈ നാടിന്റെ തീരത്താണല്ലോ ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. അത് നമ്മൾ എങ്ങനെ ബാധിക്കും, നമ്മുടെ പ്രകൃതി എങ്ങനെ ബാധിക്കും, നമ്മുടെ മത്സ്യസമ്പത്തിനെ എങ്ങനെ ബാധിക്കും, നമ്മുടെ തീരദേശത്തുള്ളവർ എങ്ങനെ ബാധിക്കും എന്നറിയാനുള്ള അവകാശം നമുക്കുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഈ വിവരങ്ങൾ ഇങ്ങനെ മറച്ചുവെക്കപ്പെടുന്നത്? അതാണ് ഈ രണ്ട് വെസലും തമ്മിലുള്ള വ്യത്യാസം. MSC മുങ്ങിയതിന് ശേഷം നിങ്ങൾ യൂട്യൂബിൽ ഇപ്പോഴും കിട്ടും, ഹിന്ദു ഡെയിലി ഒരു ചർച്ച നടത്തിയിരുന്നു, ഓൺലൈൻ ചർച്ച. അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിദഗ്ധർ പങ്കെടുത്തത്, ഞാനും പങ്കെടുത്തിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞത് നമ്മുടെ കുഫോസിലെ മാഡം പറഞ്ഞതുപോലെ കാൽഷ്യം കാർബൈഡ് വെള്ളത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ അസറ്റിലിൻ മാത്രമല്ല വരുന്നത്. കാരണം നിങ്ങൾ പഠിക്കുമ്പോൾ അതിനകത്ത് ഞാനും കെമിസ്ട്രി പഠിച്ച ഒരാളാണ്, പിന്നെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ലോയ്ക്ക് വന്നതാണ്. അപ്പോൾ അതിനകത്ത് അസറ്റിലിൻ്റെ ഒപ്പം തന്നെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്നൊരു ബൈ പ്രോഡക്റ്റ് ഉണ്ടാവും. ആ ബൈ പ്രോഡക്റ്റ് ഈ സ്പോണിങ് സീസണിൽ മുട്ടയിടുന്ന കാലത്ത് മുട്ടകളും കുഞ്ഞുങ്ങളും ലാർവകളും ചത്തുപോകുമെന്ന് ഈ സെൻറ്റർ ഫോർ ഫിഷറീസിലെ ഉദ്യോഗസ്ഥൻ ഡയറക്ടർ പറഞ്ഞത് യൂട്യൂബിലെ വീഡിയോയിൽ കിടപ്പുണ്ട്. അതിലപ്പുറത്ത് ഒരു സ്റ്റഡി വേണ്ടല്ലോ. ഈ കുഫോസും കുസാറ്റും സ്റ്റഡി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. സെൻറ്റർ ഫോർ ഓഷ്യോനോഗ്രാഫിയും പറഞ്ഞത് ഞങ്ങൾ 2 മാസത്തിനകം പഠിച്ച റിപ്പോർട്ട് നൽകുമെന്നാണ് പറഞ്ഞത്. ഇതിനെന്ത് സമാധാനം പറയുക? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അതൊരു ബൈ പ്രോഡക്റ്റാണ്. അത് മത്സ്യസമ്പത്ത് നശിക്കും, വെള്ളത്തിൻ്റെ pH വാല്യൂ മാറും, മുട്ടകളും ഇത് ചത്തുപോകും. അതൊക്കെ കുഫോസിലുള്ളതാണല്ലോ ഡാറ്റയിൽ. അപ്പോൾ അത് വെള്ളത്തിൽ ഇതിനകം പടർന്നിട്ടില്ല നമുക്കെങ്ങനെ പറയാൻ കഴിയും? കുസാറ്റിലെ ഉദ്ദേഹം പറഞ്ഞത് ഹൈലി ടോക്സിക് ആയിട്ടുള്ള കാർഗോ ഈ പറഞ്ഞ പോലെ ഇൻഡിവിജ്വലായിട്ട് പാക്ക് ചെയ്ത് വരും. പക്ഷേ നമ്മളിപ്പോൾ വാൻഹായ് രാവിലെ കത്താൻ തുടങ്ങി, ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് മുമ്പ് അസാഡസ് കാർഗോ കൂടുതലുള്ളതുകൊണ്ട് അസാഡസ് കാർഗോയുടെ മാനിഫെസ്റ്റോ പുറത്തു വന്നു. ഔദ്യോഗികമായിട്ടല്ലെങ്കിൽ പോലും അത് പെട്ടെന്ന് അത് പുറത്തു വിടുകയും അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ വരികയും അത് കത്തിയാൻ വരികയും അതിനകത്തുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ മുങ്ങിയിട്ടില്ലല്ലോ. ഇവിടെ മുങ്ങിക്കിടക്കുവാണ്, കഴിഞ്ഞ 3 ആഴ്ച 4 ആഴ്ചയായിട്ട് മുങ്ങിക്കിടക്കുവാണ്. അതിനെക്കുറിച്ച് ഒരു ചർച്ചയുമില്ല. ഇത്രയും നാൾ ഞാൻ ഉൾപ്പെടെ വിശ്വസിച്ചിരുന്നത്, എനിക്കറിയാം ഇത് ഡിസ്ക്ലോസ് ചെയ്യാത്തത് കൂടുതൽ കെമിക്കൽസ് ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ രേഖ പുറത്ത് വന്നു, MSC വിട്ട രേഖ അത് ശരിയാണെങ്കിൽ പോലും, ശരിക്കും കസ്റ്റംസിൻ്റെ ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റോയിൽ അത് പുറത്ത് വിട്ടാലേ ഇമ്പോർട്ടറുടെ പേരും കാർഗോയുടെ ഡീറ്റെയിൽസ് അറിയുള്ളൂ. ആദ്യം ചീഫ് സെക്രട്ടറിയുടെ ഒപ്പല്ല സീലോട് അനുമതിയോടുകൂടി പുറത്ത് വിട്ട് അപ്ലോഡ് ചെയ്തതിനകത്ത് 4 കണ്ടെയ്നർ ക്യാഷ് എന്നാകേണ്ടത്. ഇപ്പോൾ ആ ക്യാഷ് പോയി കാഷ്യൂ ആയി. അപ്പോൾ ഓരോ സ്റ്റേജിലും ഈ മാനിഫെസ്റ്റ് മാനിപ്പുലേറ്റ് ചെയ്യുന്ന കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ഈ കപ്പലിനകത്ത് 377 ടൺ ബങ്കർ ഓയിലുണ്ട്. ബങ്കർ ഓയിൽ അത് എടുക്കാൻ സക്സസ്ഫുൾ ആയാൽ വെൽ ആൻഡ് ഗുഡ്. 84.44 ടൺ ഡീസലുണ്ട്. അതുകൂടാതെ നിരവധി കെമിക്കൽസ് ഉണ്ട്. എനിക്ക് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. 383 കണ്ടെയ്നറിൽ കെമിക്കൽസും എൻവയോൺമെൻറ്റിന് ഹസാഡസുമായിട്ടുള്ള എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി അല്ലാത്ത മെറ്റീരിയൽസാണ് കൂടുതൽ. ഇപ്പം വെറും പഞ്ഞി മാത്രം കുറേ കണ്ടെയ്നേഴ്സ് ഉണ്ട്. ഇപ്പം കൊല്ലത്തെ മത്സ്യ ബോട്ടുകളുടെ ഉടമകളോട് ചോദിച്ചാൽ, തൊഴിലാളികളോട് ചോദിച്ചാൽ അറിയാം, ഈ പഞ്ഞികൾ വന്നിട്ട് ഈ വലകൾ മുഴുവൻ നശിപ്പിച്ചു. അവരൊക്കെ വല ഉപേക്ഷിച്ച് അവർ കേസിന് പോകാൻ പോവാണ്. ഇന്നലെ പോയിട്ട് FIR എടുത്തില്ല അവരുടെ പരാതിന്മേൽ. അതാണ് അതിൻ്റെ അവസ്ഥ. പിന്നെ FIR-ൽ വൈകിയോ ഇല്ല എന്നുള്ള അല്ല പ്രശ്നം. ഏതായാലും ഇപ്പോൾ FIR വന്നു. അതിനകത്തുള്ള വകുപ്പുകൾ പ്രകാരം വളരെ പ്രത്യേകം പറയുന്നുണ്ട്. കാൽഷ്യം കാർബൈഡ് പറയുന്നില്ലെങ്കിലും മാർഗേണ തോട്ടപ്പള്ളി അടുത്ത് മുങ്ങുകയും കണ്ടെയ്നറുകളിൽ നിന്ന് വിനാശകരമായ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും മറ്റും പുറത്തു തള്ളപ്പെട്ട മൂലം പരിസ്ഥിതി പ്രശ്നങ്ങൾ ഇടയാക്കിയും കൂടാതെ പരമ്പരാഗത മത്സ്യബന്ധന മേഖലയെ പ്രതികൂലമായി ബാധിച്ച് തൊഴിലാളികൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടാക്കുവാനും കപ്പൽ മൂലം അതിൽ നിന്നും കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ മൂലവും കപ്പൽ ചാലിലും സമീപ പ്രദേശങ്ങളിലും നടത്തുന്ന യാനങ്ങളുടെ പൊതുസഞ്ചാരത്തിന് മാർഗ്ഗതടസ്സം ഉണ്ടാക്കുവാനും ഇടയാക്കിയ കാര്യം. അപ്പോഴും കാൽഷ്യം കാർബൈഡും വിഷവസ്തുക്കളെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ഈ കാർഗോ മാനിഫെസ്റ്റോ പോലീസിന് നേരത്തെ കിട്ടിയിട്ടുള്ളതാണ്. അതിനെക്കുറിച്ചൊന്നും ഇതിനകത്ത് പരാമർശമില്ല. ഇത് ഞാൻ മനസ്സിലാക്കിയത് കരുനാഗപ്പള്ളി തെങ്ങാണ്ടുള്ളൊരു പ്രൈവറ്റ് വ്യക്തിയുടെ കംപ്ലയിൻ്റ് മേലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൂടുതൽ കംപ്ലയിൻറ്റ് വരും.
കാരണം ഇത് നാശനഷ്ടം സംഭവിച്ചവരുടെ കാര്യങ്ങളുണ്ട്. ഇത് മുന്നോട്ട് പോകേണ്ടത് ഈ നടപടിയെടുത്ത് കേസ് ചാർജ് ചെയ്തു, അതിൽ അവർ സമൻ ചെയ്യണം, ചോദ്യം ചെയ്യണം. പിന്നെ ഇവിടെ പറയുകയുണ്ടായി വോയിസ് ഡാറ്റ റെക്കോർഡറും 3 ലോഗ് ബുക്കും വെസൽ ചാർട്ടും എല്ലാം നേരത്തെ അവരെടുത്തിട്ടുള്ളത്. അതെല്ലാം അവർ നേരത്തെ എടുത്തിട്ടുണ്ട്. കാരണം അവർക്ക് 24 മണിക്കൂർ കൂടുതൽ സമയം ഉണ്ടായിരുന്നു. MSC ഈ ഷിപ്പിംഗ് അറിയാൻ പാടില്ലാത്ത കമ്പനിയല്ല. അവരെല്ലാം അത് എടുത്തിട്ടുണ്ട്. അല്ലാതെ ഈ മാൻഹൈ പോലെ ആളുകളെടുത്ത് ജീവൻ കൊണ്ടെടുത്ത് ചാടുമായിരുന്നില്ല. 24 hours കഴിഞ്ഞിട്ട് മുങ്ങുമെന്ന് അറിഞ്ഞപ്പോഴാണ് അവർ ബോട്ടിലേക്ക് ചാടിയത്, അവരുടെ ലൈഫ് ജാക്കറ്റിലേക്ക്. അല്ല, അപ്പോൾ ഇതിനകത്ത് ഈ കപ്പൽ കമ്പനി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട നമ്മുടെ ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുമില്ല. അങ്ങനെയാണോ താങ്കൾ ഇതിനെ കാണുക? അല്ല, കപ്പൽ കമ്പനി ചെയ്ത കാര്യം ആർക്കും അറിയില്ലല്ലോ. കപ്പൽ കമ്പനി ഉത്തരവാദിത്തപ്പെട്ടതാണെങ്കിൽ ആദ്യം തന്നെ കാർഗോ മാനിഫെസ്റ്റോ പുറത്തുവിടണ്ടേ? 24-ാം തീയതി തുടങ്ങി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയമല്ലേ? അല്ലല്ല, ഞാൻ ചോദിച്ചത് സാർ തിരിച്ചാണ്. അതായത് അവർക്ക് മറച്ചു വെക്കേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്, നമ്മൾ ചെയ്യേണ്ട നിയമപരമായ കാര്യങ്ങൾ ചെയ്തിട്ടുമില്ല. അല്ല, അതുകൊണ്ടാണല്ലോ ഈ മനോരമ ഒരു ലീക്ക് ചെയ്തത്, ഒരു മിനിറ്റ്സിന്റെ രണ്ട് പാരഗ്രാഫ്. അതെ, അതാണല്ലോ ഇതിനകത്ത് ക്രൂഷ്യലായ വിഷയം. അതെ, ശരി സാർ, ഞാൻ വരാം. ശ്രീമതി മാഗ്ലിൻ എത്രമാത്രം മറച്ചു വെച്ചു എന്നുള്ളത് ഇപ്പോഴത്തെ വിഷയമല്ല. FIR വന്നു കഴിഞ്ഞു. അതെ. അല്ല, ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണോ ഒരു പ്രൊസീജിയർ ഉണ്ടാകേണ്ടത്? അതായത് ഒരു കപ്പൽ ദുരന്തം ഉണ്ടായ ശേഷം ഇത്ര കാലതാമസം നേരിട്ട ശേഷമാണോ ഈ നടപടികളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകേണ്ടത്? നിയമാനുസരണം അങ്ങനെയാണോ വേണ്ടത്? അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എൻറിക്ക ലെക്സിയുടെ ഉപമ പറഞ്ഞത്. ഉപമയല്ല ആ സംഭവം. ഞാനാണ് കപ്പൽ കമ്പനിക്ക് വേണ്ടി ഹാജരായത്. അന്ന് ഞാൻ എന്താ പറയുക, കുറ്റവാളികളുടെ ഭീകരരുടെ വക്കീലായിരുന്നൊക്കെ പറഞ്ഞെങ്കിലും ആ കപ്പൽ 24.4 നോട്ടിക്കൽ മൈലിൽ വെച്ചിട്ടാണ് സംഭവം നടക്കുന്നത്. അവിടുന്ന് 45 നോട്ടിക്കൽ മൈലിന് പുറത്ത് പോയിട്ടാണ് FIR രജിസ്റ്റർ ചെയ്യുന്നത്, നീണ്ടകര പോലീസ് സ്റ്റേഷൻ. ആദ്യം കോസ്റ്റൽ പോലീസ് നമ്മുടെ ഫോർട്ട് കൊച്ചി എടുത്തു, അത് കഴിഞ്ഞ് അത് നീണ്ടകരയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അവിടെ നിന്നാണ് ഇവരെ വിളിച്ചു വരുത്തി എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നത്. അത് ഒരു 24 മണിക്കൂർ വേണ്ടി വന്നില്ല. എല്ലാം ചെയ്തില്ലേ? എല്ലാവരെയും അറസ്റ്റ് ചെയ്തു, അമ്യൂണേഷൻ എടുത്തു, അതിൻ്റെ അന്വേഷണം നടന്നു, ചാർജ് ഷീറ്റ് വന്നു, എല്ലാം പെട്ടെന്നായിരുന്നു. ശരി, അതുപോലെ എല്ലാ കേസിലും എല്ലാ രാജ്യത്തും അങ്ങനെയാണ്. മനസ്സിലായി. ശ്രീമതി മാഗ്ലിൻ പീറ്റർ, അദാനിയുടെ വ്യാപാര പങ്കാളിയായ ഒരു കപ്പൽ കമ്പനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള വിമുഖത, അതിന് പിന്നിലുള്ള താല്പര്യങ്ങൾ, ഇതായിരുന്നു സർക്കാർ നേരിട്ടിരുന്ന ആക്ഷേപം. ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി തന്നെ ഈ കാര്യങ്ങളിൽ ഇപ്പോൾ തൽക്കാലം കപ്പൽ കമ്പനിക്കെതിരെ നിയമ നടപടി വേണ്ട എന്നൊരു തീരുമാനമെടുത്തതാണ് കേരളത്തിൽ വിവാദമായത്. ഈ 2 കപ്പൽ അപകടങ്ങൾക്ക് പിന്നിലും മറഞ്ഞിരിക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ടെന്നും അതിലെ വിവരങ്ങൾ പൂർണ്ണമായി പുറത്തു വരുമ്പോൾ അത് തീരദേശവാസികളുടെ നിലനിൽപ്പിനെ തന്നെ അപകടപ്പെടുത്തുന്നതാണ് എന്നുമൊക്കെയുള്ള ഒരു മുൻ വിചാരം തീരഭൂസംരക്ഷണ സമിതിക്കുണ്ടോ, ശ്രീമതി മാഗ്ലിൻ പീറ്റർ? സ്പോട്ട് എന്നുള്ള റിപ്പോർട്ടർ തന്നെ പറയുകയുണ്ടായി, തീയുടെ കാഠിന്യം കുറഞ്ഞു, അല്ലെങ്കിൽ തീയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ടെങ്കിലും പുകയുടെ ശക്തി കുറഞ്ഞിട്ടില്ല, അത് കുറച്ചുകൂടി ശക്തമായിട്ട് വ്യാപിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, വിദഗ്ധർ പറയുന്ന ഈ കപ്പൽ 2ആയിട്ട് പിളർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കാൻ പോണത്? ഇത് തീർച്ചയായും താഴേക്ക് പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് അപകട സാധ്യത കുറയുന്നു എന്നുള്ളതാണ്. അപകട സാധ്യത ഇപ്പോഴും വളരെ ശക്തമായിട്ട് നമ്മൾ നേരത്തെ കണ്ട അതേ ലെവലിൽ തന്നെ ഇപ്പം നിലനിൽക്കുന്നു എന്നുള്ളൊരു വസ്തുത കൂടിയുണ്ട്. വേറൊന്നും എനിക്കറിയില്ല. ഞാൻ മറ്റു വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിൻ്റെ അപകടത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇതിൻ്റെ മലിനീകരണത്തെ സംബന്ധിച്ചുകൊണ്ട് വളരെ ലളിതമായിട്ടാണ് കുഫോസിലെ മാഡം അവതരിപ്പിച്ചത്. അതിൻ്റെ കാഠിന്യം വളരെ കുറച്ചാണ് കണ്ടത്. ഞങ്ങൾക്ക് അങ്ങനെയല്ല ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം 157 കണ്ടെയ്നറുകളിൽ മാരകമായ വിഷാംശമുണ്ട് എന്നുള്ളത് തന്നെയാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ 157 എണ്ണം എന്ന് പറഞ്ഞാൽ വെള്ളത്തിലും വെള്ളവുമായി കലർന്നാൽ കത്തുന്നതുണ്ട്, വായുവുമായി കലർന്നാൽ കത്തുന്നതുണ്ട്, വെള്ളത്തിൽ ചേർന്നാൽ മാരകമായ വിഷാംശം ഭക്ഷിക്കുകയോ ശ്വസിക്കുകയോ ചെയ്താലും മനുഷ്യനും മീനിനും ഉടനെ തന്നെ മരണം സംഭവിക്കാവുന്ന മാരകമായ വിഷാംശം ഉള്ള ഒരു കണ്ടെയ്നറുകൾ ഇവിടെ ഉള്ളപ്പോഴത്തേക്കും നമുക്കെങ്ങനെയാണ് ഇതിന് പരിസ്ഥിതിയുടെ ആഘാതത്തെ സംബന്ധിച്ചുകൊണ്ടും മനുഷ്യനെയും അല്ലെങ്കിൽ ഇവിടുത്തെ ജീവജാലങ്ങളെയും ബാധിക്കുന്നതിന് വളരെ ലളിതമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക.
വേറൊന്ന് ഞാൻ വിഷയത്തിലേക്ക് വരാം. എന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയും. നമുക്കറിയാം പിണറായിയും അല്ലെങ്കിൽ മോദിയും അദാനിയും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ചുകൊണ്ട് ഈ MSc എൽസ 3 അപകടത്തിൽപ്പെട്ടതിന് ശേഷം ഇവിടുത്തെ ഒഫീഷ്യലായിട്ടുള്ള ഡിസ്കഷൻ നമ്മുടെ മുഖ്യമന്ത്രിയും കമ്പനിയും തമ്മിൽ നടത്തിയ ചർച്ചയിൽ നിന്നുകൊണ്ട് ചർച്ചയ്ക്ക് ശേഷം വന്ന് പറഞ്ഞത് എന്താണ്? നമുക്കങ്ങനെ നിയമപരമായ യാതൊരുവിധ നടപടിയിലേക്കും പോകണ്ട, നമുക്ക് അവിടെ നിന്ന് കിട്ടാവുന്ന മാക്സിമം ആനുകൂല്യം മാത്രം കിട്ടിയാൽ മതി എന്ന ഒറ്റ വാക്കിൽ മുഖ്യമന്ത്രി പ്രശ്നത്തിന് ലഘൂകരിക്കുകയാണുണ്ടായത്. അതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്തെന്ന് നമുക്കറിയാം. അദാനിയുടെ കമ്പനികളിൽ, അദാനിയുടെ പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലുള്ള കമ്പനികളിൽ MSCക്ക് പങ്കുണ്ട്, ഷെയർ ഉണ്ട്. ഇവിടെ 800-ലുള്ള കമ്പനിയുമായി പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് 49% ഷെയറും മറ്റൊരു പോർട്ടുമായി ബന്ധപ്പെട്ട് എനിക്കൊന്ന് ബോംബെയിലെ മുദ്ര പോർട്ടാണെന്ന് തോന്നുന്നു, മുദ്ര പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് 50% ഷെയറുമുണ്ട്. മുന്ദ്രയിലെ അദാനി ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനികളിലാണ് 50% വീതം ഓഹരി ഉള്ളത് സംയുക്തമായി. അതെ, തീർച്ചയായിട്ടും. അപ്പം ആ ഒരു സാഹചര്യത്തിൽ മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ ഇവിടെ വിഴിഞ്ഞത്ത് വരുന്ന കപ്പലുകളിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് MSCയുടെ വെസൽസാണ് ഏറ്റവും കൂടുതൽ വിഴിഞ്ഞത്ത് വന്നിട്ടുള്ളത്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം ഒരിക്കലും ഒരു നിയമ നടപടിയിലേക്കും പോകാൻ പറ്റത്തില്ല. മാത്രമല്ല, ഞങ്ങളിപ്പോൾ സംശയിക്കുന്നത് നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് കൊടുത്തിട്ടുള്ള കേസിനെ സംബന്ധിച്ചും ആ കേസ് എന്തുമാത്രം നിലനിൽക്കും എന്ന് പറയും. മുന്നോട്ട് പോവുകയാണെങ്കിൽ നിലനിൽക്കും, പക്ഷെ അതിന് മുന്നോട്ട് പോകുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ വളരെ ആശങ്കയുണ്ട്. കാരണം ഗവൺമെൻറ്റിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള ഇടപെടൽ അവിടെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പൊതുവായിട്ട് തന്നെ നമ്മൾ പബ്ലിക്കിനെ കൊണ്ട് കൂടുതൽ കേസുകൾ കൊടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. വേറൊന്ന് പറയുകയാണെങ്കിൽ, ഇന്നലെ എന്നെ ഒരു മത്സ്യത്തൊഴിലാളി വിളിച്ചിട്ട് ഇന്ന് രാവിലെ, നമുക്കറിയാം കൊല്ലവും തിരുവനന്തപുരവും ഒക്കെ ഇനി വരുന്ന ഈ ട്രോളിംഗ് നിരോധന സമയത്ത് ഞങ്ങൾ ഉപയോഗിക്കുന്ന മത്സ്യബന്ധന രീതിയാണ് തട്ടുമടി എന്ന് പറഞ്ഞാൽ. തട്ടുമടി എന്ന് പറഞ്ഞാൽ ഒരു 10-25 പേര് 2 വള്ളത്തിലായി പോയിട്ട് തിരമാലയ്ക്ക് അപ്പുറത്ത് പോയിട്ട് വളഞ്ഞ് മീൻ പിടിക്കുന്ന ഒരു രീതിയാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ സീസണിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ ജീവന ഉപാധി എന്ന് പറഞ്ഞാൽ. ഇപ്പം കടലിലൂടെ ഒഴുകി നടക്കുന്ന ധാരാളം കണ്ടെയ്നറുകളുടെ അവശിഷ്ടങ്ങളുണ്ട്. ഈ അവശിഷ്ടങ്ങളിൽ കുരുങ്ങി വലകൾ നഷ്ടമാകുന്ന സാഹചര്യത്തിൽ ഇനി എത്ര കാലം ഈ മത്സ്യബന്ധനം സാധ്യമാകും എന്നുള്ളതിനെ സംബന്ധിച്ചുകൊണ്ടുള്ള വലിയൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. വേറൊന്ന്, ഇത് ഇപ്പം പറയുന്നത് ഞങ്ങൾക്ക് ലിസ്റ്റ് തയ്യാറാക്കാനുണ്ട്, ഏതിലെ കൂടെയൊക്കെയാണ് ഒഴുകി നടക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ കൺമുമ്പിലൂടെയാണ് ഇത് ജലത്തിലൂടെ, ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികളുടെ കൺമുമ്പിലൂടെയാണ് ഇത് ജലത്തിലൂടെ ഒഴുകി നടക്കുന്നത്. പല ബന്ധപ്പെട്ട അധികാരികളോടും പറഞ്ഞത് അവർക്ക് ഇതിനെ സംബന്ധിച്ച് പഠിക്കാനുണ്ടെന്നാണ്. എന്ത് തരം പഠനമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എവിടെയെങ്കിലും അടിച്ചേറിക്കൊണ്ടുള്ള പഠനമോ, അടിച്ചേറി കഴിഞ്ഞാൽ ദുരന്തമുണ്ടായിക്കൊണ്ടുള്ള പഠനമാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ സംശയിക്കുന്നുണ്ട്. വേറൊന്ന്, നമുക്കറിയാം ഈ കണ്ടെയ്നറുകളിൽ ഇപ്പം അവർ പറയുന്നത് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ കോഴിക്കോട് നിന്ന് തെക്കോട്ട് ഏകദേശം നമ്മുടെ കൊച്ചി വരെയുള്ള പ്രദേശത്തേക്ക് ഈ കണ്ടെയ്നറുകൾ ഒഴുകിയെത്താനുള്ള സാധ്യതകൾ ഏറെയാണെന്ന് പറയുന്നുണ്ട്. കൊച്ചിയുടെ തീരപ്രദേശത്ത്, പുതുവൈപ്പ് പ്രദേശത്ത് 3 അപകടകരമായിട്ടുള്ള കമ്പനികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. BPCL-ഉം IOCയും LNGയും. ഇതും എക്സ്പ്ലോസീവായിട്ട് പെട്ടെന്ന് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള 3 കമ്പനികളാണ്. ഈ പ്രദേശത്ത് എങ്ങാനും ഇതിൻ്റെ ഏതെങ്കിലും ഒരു കണ്ടെയ്നർ അപകടകാരികൾ എന്ന് പറയുന്ന അതിൽ ഏതെങ്കിലും ഒരു കണ്ടെയ്നർ അവിടെ വരികയും ഒരു പൊട്ടിത്തെറിക്കുകയും ചെയ്താൽ കേരളത്തിന് പോലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അത്രയും അപകട സാധ്യതയുണ്ട്. അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്ന പോലും നമുക്കവിടെ സങ്കല്പിക്കാൻ കഴിയില്ല. അത്രയേറെ പ്രശ്ന സാധ്യതയുള്ള ഒരു വിഷയത്തെ ഇത്രയും ദിവസമായിട്ട് നമ്മുടെ സർക്കാരും കേരള സർക്കാരും കേന്ദ്ര സർക്കാരും വളരെ ലളിതമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. വേറൊന്ന്, ഇത്രയും ദിവസമായി മത്സ്യത്തൊഴിലാളികൾ ആരും കടലിൽ പോകുന്നില്ല. ഇനി കമ്പനിയിൽ നിന്ന് പാരിതോഷികം വാങ്ങിച്ചിട്ടാണോ മത്സ്യത്തൊഴിലാളികൾക്ക് പാരിതോഷികം കൊടുക്കേണ്ടത്? എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായി ഒരു വ്യക്തത ഇവിടെ കൊടുക്കുന്നില്ല. ഈ കടലിൽ പോകാത്ത ഈ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തെ സംബന്ധിച്ച് അവരുടെ കുടുംബം എങ്ങനെ നിലനിൽക്കും? മാത്രമല്ല, ഞങ്ങൾക്ക് ഭാവിയെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. ഇവർ പറയുന്നത് പോലെ അല്ല, അതിനേക്കാളും ഭീകരമാണ്. കടലിൻ്റെ ആവാസ വ്യവസ്ഥയെ ഉന്മൂലനം ചെയ്യാൻ പറ്റുന്ന മാരകമായിട്ടുള്ള രാസവസ്തുക്കളാണ് ഇതിനകത്തുള്ളത്. ഞങ്ങളുടെ ഇപ്പം നേരത്തെ മാഡം പറഞ്ഞതുപോലെ പ്രജനന കാലഘട്ടമാണ്. ഈ പ്രജനന കാലഘട്ടത്തിൽ മത്സ്യം ചത്തു പൊങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് പ്രതികൂലമായ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ
ഇതിന് വലിയൊരു വില ഭാവിയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കേണ്ടി വരും. ഞങ്ങളുടെ തൊഴിൽ പാടെ നിന്ന് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. മറ്റൊന്ന്, എൽസാത്രി അപകടമുണ്ടായതിനു ശേഷം ഇത്രയും 2 ആഴ്ച കഴിഞ്ഞു, എവിടെയും മത്സ്യം വാങ്ങിച്ച് ഭക്ഷിക്കുന്ന ആളുകളില്ല. വളരെ തീരദേശത്തുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് പോലും ഇപ്പം ആശങ്കയുണ്ട്. ആശങ്ക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇപ്പം മുൻപ് നമ്മുടെ 2ാമത്തെ കപ്പൽ മുങ്ങിയതിന് ശേഷവും മാരകമായ വിഷാംശം കടലിൽ ഒഴുകി നടക്കുന്നു എന്നുള്ള വാർത്ത സ്പ്രെഡായതിനു ശേഷം മത്സ്യം ഭക്ഷിക്കാൻ ആളുകൾ തയ്യാറാവുന്നില്ല. നമ്മുടെ അമ്മമാരും കടലിൽ മാർക്കറ്റിൽ പോയിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ ഈ സമയത്ത് കുടുംബം നിലനിർത്തുന്നതിനെ സംബന്ധിച്ച് ഇത്രയും ദിവസമായിട്ട് മുഖ്യമന്ത്രിയോ ബന്ധപ്പെട്ട അധികാരികളോ യാതൊരു വിധത്തിലുമുള്ള ഒരു അറിയിപ്പ് എന്താ ചെയ്യാൻ പറ്റുന്നതിനെ സംബന്ധിച്ച് ഇതുവരെയും മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ഉറപ്പും കൊടുത്തിട്ടില്ല. മാത്രമല്ല, എത്രയും പെട്ടെന്ന് കടലിലൂടെ ഒഴുകി നടക്കുന്ന ഈ പറയുന്ന കണ്ടെയ്നറുകൾ എടുത്തു മാറ്റാൻ വേണ്ടിയിട്ടുള്ള നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാവണം. ഈ പഠിച്ചിന് 3-4 മാസം കഴിയും. 3-4 മാസം കഴിയുമ്പോഴത്തേക്കും അത് അത്രയും കാലം ഉണ്ടാക്കാൻ പോകുന്ന അപകടത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഏറെ ആശങ്കയുണ്ട്. ശ്രീമതി മാഗ്രിൻ, ഏതായാലും നമ്മുടെ തീരപ്രദേശത്തുണ്ടായ ഈ വലിയ അപകടത്തിന്റെ യഥാർത്ഥ വിവരങ്ങൾ മറച്ചുവെക്കപ്പെടുന്നുണ്ടോ? നമ്മുടെ മത്സ്യസമ്പത്തിനെ ഇത് എത്രത്തോളം ദോഷമായി ബാധിക്കുന്നുണ്ട്? സാധാരണക്കാരായ ജനങ്ങൾക്ക് മത്സ്യം ആഹാരമായി കഴിക്കാൻ പറ്റാത്ത സാഹചര്യം നിലവിലുണ്ടോ? ഇങ്ങനെ തുടങ്ങി അറിയാൻ ആഗ്രഹിക്കുന്നതും അറിയാൻ കഴിയാത്തതും വിവരങ്ങൾ പുറത്തു വരാത്തതുമായ നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, നിരവധി ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിനെന്താണ് മറുപടി? അതിലെന്താണ് വ്യക്തത? ആരാണ് ആ വ്യക്തത വരുത്തുക? ഈ കാര്യങ്ങൾ കൂടി നമുക്ക് ചർച്ച ചെയ്യാം. ഡോക്ടർ അനു ഗോപിനാഥ്, അടിക്കടി ഉണ്ടായ 2 കപ്പൽ അപകടങ്ങൾ, അതിൽ നിന്ന് കടലിലേക്ക് വീണ കണ്ടെയ്നറുകൾ, അതിനകത്തുള്ള അപകടകരമായ വിഷാംശം കലർന്നിട്ടുള്ള രാസവസ്തുക്കൾ, കീടനാശിനികളടക്കമുള്ള വസ്തുക്കൾ, ഇത് കടലിൽ പരന്നേക്കാമെന്നുള്ള ആശങ്ക. ഈ ഒരു പശ്ചാത്തലത്തിൽ താങ്കൾ തന്നെ ഇന്നൊരു പത്രത്തിൽ കുറിച്ചത് ഈ ട്രോളിംഗ് നിരോധന കാലത്തെ കപ്പൽ ദുരന്തത്തെ വളരെ ഗൗരവമായി തന്നെ കാണണമെന്നാണ്. പക്ഷേ ഈ ചർച്ചയിൽ താങ്കൾ കാര്യങ്ങൾ വളരെ ലഘുവായി അവതരിപ്പിച്ചു, അങ്ങനെ വിശദീകരിച്ചു എന്നൊരു വിമർശനം താങ്കൾ നേരിടുന്നുണ്ട്. എന്താണ് ഇതിൽ യഥാർത്ഥ വസ്തുത? എത്ര ഗൗരവത്തിലാണ് ഈ വിഷയത്തെ കാണേണ്ടത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് മീൻ ഭക്ഷിക്കാമോ എന്ന് തുടങ്ങിയുള്ള ഒരു അടിസ്ഥാന സംശയം അവരുടെ മുന്നിലുണ്ട്. അതിന് വ്യക്തമായ ഒരു മറുപടി ഡോക്ടർ അനു ഗോപിനാഥ് താങ്കൾക്കുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ തന്നെ ഇതിൽ വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. എനിക്ക് ശേഷം സംസാരിച്ച 2 പാനലിസ്റ്റ്, അഡ്വക്കേറ്റ് മാത്യു ആൻഡ് മാഡം, ഞാൻ കാര്യങ്ങളെ തീർത്തും ലഘുവായി കണ്ടു എന്നുള്ള രീതിയിലുള്ള ഒരു വസ്തുതയല്ലാത്തൊരു വിമർശനം ഉയർത്തുകയുണ്ടായി. എനിക്ക് തീർച്ചയായിട്ടും ഇതിനെ രാഷ്ട്രീയപരമായിട്ട് കാണാൻ സാധിക്കുകയില്ല. എനിക്കിതിനെ ശാസ്ത്രീയമായ പഠനങ്ങളുടെയും ഞാൻ പഠിച്ചിട്ടുള്ള അറിവുകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ എനിക്ക് ഈ ഒരു ദുരന്തത്തെ 2നെയും കുറിച്ച് ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ വ്യക്തികൾക്കനുസരിച്ച് അവർക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു അഭിപ്രായം പറയാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇനി 2 ദുരന്തങ്ങളും ഞാൻ പറഞ്ഞു, 2 ദുരന്തങ്ങളുമായി സംബന്ധിച്ച് ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ 2 തരത്തിലാണ്. ആ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ നമ്മൾ ലഘൂകരിക്കാനും പാടില്ല, അതേസമയം നമ്മൾ അതിനെ ആവശ്യമില്ലാത്ത രീതിയിൽ എക്സാജറേറ്റ് ചെയ്യുന്നതും തീർച്ചയായിട്ടും ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു നടപടിക്ക് ചേർന്ന ഒരു കാഴ്ചപ്പാടല്ല. ഈ MSC LCയുമായി ബന്ധപ്പെട്ട് മാഡം 2 കപ്പലുകളും 2 രീതിയിലാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, കപ്പൽ മുങ്ങുന്നതുമായി ബന്ധപ്പെട്ട ദുരന്തമാണെങ്കിൽ, 2ാമത്തേത് കപ്പലിന് തീ പിടിച്ചതുമായി ബന്ധപ്പെട്ട ദുരന്തമാണ്. മാഡം ഈ പറഞ്ഞ തീ പിടിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന കെമിക്കലുകളെല്ലാം ഇരിക്കുന്നത് ഇന്നലെ തീ പിടിച്ച കപ്പലിലാണ്. മുങ്ങിയ കപ്പലിൽ ഒരു തരത്തിലും തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ അതിനകത്ത് ഉണ്ടായിരുന്നില്ല. ഇനി അഡ്വക്കേറ്റ് മാത്യു പറഞ്ഞ പോലെ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ഒരു 12ാം ക്ലാസ് വരെയൊക്കെ കെമിസ്ട്രി പഠിക്കുന്ന ആൾക്കാരാണ്. ഇത് അത്ര വലിയ ശാസ്ത്ര തത്വമൊന്നുമല്ല. ഈ കാൽഷ്യം കാർബൈഡും വാട്ടറുമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡും അസിറ്റിലിനും ഉണ്ടാകുമെന്നുള്ളത്. പക്ഷേ ഞാൻ ഈ പറയുന്ന പല വിദഗ്ധ അഭിപ്രായങ്ങളും പലതരത്തിൽ വരുന്നത് കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ 2 രീതിയിലാണ്, അതായത് കടലിലേക്ക് കലരുന്ന ഒരു മാലിന്യത്തെയും നിങ്ങൾക്ക് നേരെ വരുന്ന ഒരു മാലിന്യത്തെയും നിങ്ങൾ 2 രീതിയിലാണ് കണക്കാക്കേണ്ടത്. അതായത് കടലിലേക്ക് ഈ പറയുന്ന കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ടൺ കണക്കിന് വന്നു എന്നാണ് അഡ്വക്കേറ്റ് മാത്യു പറയുന്നത്. അപ്പോൾ അത് കടലിന്റെ pH-നെ വലിയ തോതിൽ ബാധിക്കുമെന്നും പ്രജനനത്തെ ബാധിക്കുമെന്നൊക്കെ അദ്ദേഹം പറയുന്നു. പക്ഷെ കടലിന് അതിൻ്റെതായിട്ടുള്ള ഒരു ബഫറിംഗ് മെക്കാനിസം ഉണ്ട്. കാരണം ഇത്രയും അധികം കടലിൽ ഗവേഷണങ്ങളും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഞങ്ങൾക്കറിയാം, കടലിന് അതിൻ്റെതായിട്ടുള്ള ഒരു ബഫറിംഗ് മെക്കാനിസം ഉണ്ട്. ഇത്രത്തോളം ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ല അദ്ദേഹം പറഞ്ഞത്. ഇതിൽ വിദഗ്ധരായിട്ടുള്ള പാടൻ സാർ എന്താണ് പറഞ്ഞത്? അല്ല മാഡം
ഒന്ന് പറഞ്ഞോട്ടെ, ഞാൻ ഡിഗ്രി വരെ കെമിസ്ട്രി പഠിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് സമയമില്ലാത്തതുകൊണ്ട് PhD പോകാൻ പറ്റിയില്ല. അങ്ങനെയാണ് ലോയ്ക്ക് പോയത്. അപ്പോൾ ഞാൻ പറയുന്നത് ഹിന്ദു നടത്തിയ ആ ഡിസ്കഷൻ അത് യൂട്യൂബിൽ കിടപ്പുണ്ട്. ശ്രീ ഡോക്ടർ VN സഞ്ജീവൻ, ഫോർമർ ഡയറക്ടർ, സെൻറ്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സസ് ആൻഡ് എക്കോളജി, മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസ്. ദെൻ ഡോക്ടർ ബാലകൃഷ്ണൻ നായർ, ഡയറക്ടർ, ഇന്ത്യൻ നാഷണൽ സെൻറ്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ്, ബിജു കുമാർ, ഇപ്പോൾ കുഫോസിൻ്റെ വൈസ് ചാൻസലർ. ഇത്രയും പേര് നടന്ന ഒരു ഡിസ്കഷനിൽ ഞാൻ ഉൾപ്പെടെ ഉണ്ട്. അതിൻ്റെ വീഡിയോ യൂട്യൂബിലുണ്ട്. ഈ ഡോക്ടർ സഞ്ജീവനാണ് ഈ പറഞ്ഞത് ഹൈഡ്രജൻ പെറോക്സൈഡ് അത് ടൺ കണക്കിന് വേണോ, കുറച്ച് മതിയോ, മത്സ്യങ്ങൾ ചാകുമോ? ഇനിയിപ്പോൾ നിങ്ങൾ എന്താ പഠിക്കേണ്ടത്? ഇത്രയും വർഷം എന്ത് പഠിക്കുമായിരുന്നു? ഇത് ഡാറ്റയിൽ ഉള്ളതല്ലേ? നിങ്ങൾ അവിടെ പോയിട്ട് ഇത്രയും 3 ആഴ്ചയായി 4 ആഴ്ചയായി എന്തെങ്കിലും സാമ്പിൾ എടുത്തോ? ഒരു സാമ്പിൾ എടുത്തോ? Anu ma'am. You try to respect others also who are sitting in the panel. I'm very sorry to say this. ഈ കാൽഷ്യം കാർബൈഡ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള കണ്ടെയ്നേഴ്സിൻ്റെ തീർത്തും നിങ്ങൾ MSc LCMI പുറത്തു വന്ന വസ്തുതകൾ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറല്ല എന്ന് നിങ്ങൾ പറയുന്നു. പക്ഷെ എന്നിരുന്നാലും ഞാൻ ആ കണ്ടെയ്നർ ലിസ്റ്റ് നോക്കിയപ്പോൾ 13ഓളം കണ്ടെയ്നറുകളിലാണ് കാൽഷ്യം കാർബൈഡ്, 21 കണ്ടെയ്നറുകളാണ് നമ്മൾ ഈ പറഞ്ഞ പ്ലാസ്റ്റിക് ഡേർഡിൽസ് ഉള്ളത്. ബാക്കിയുള്ള ബഹുഭൂരിപക്ഷം കണ്ടെയ്നറുകളിലും നമ്മൾ നീറ്റ് കക്ക എന്ന് പറയുന്ന നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളുണ്ട്. പിന്നെ മറ്റ് നിങ്ങൾ പറയുന്നു കാഷ്യൂ ഉണ്ട്, വുഡ് ഉണ്ട്, കോക്കനട്ട് ഉണ്ട്, അതൊന്നും നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നു. അതൊക്കെ മാറ്റി നിർത്തൂ. പക്ഷേ ഈ പറയുന്ന ഒരു കെമിക്കലുകൾ പോലും തീപിടിക്കാൻ സാധ്യതയുമില്ല. ഇത്തരത്തിലുള്ള ഈ പറയുന്ന പാക്കേജിംഗ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം തന്നെ പാലിച്ചുകൊണ്ട് വന്നിട്ടുള്ള കണ്ടെയ്നറുകളാണെങ്കിൽ ഈ കണ്ടെയ്നറുകൾ എത്ര കണ്ടെയ്നറുകൾ ഈ 13 എണ്ണത്തിൽ ഓപ്പൺ ആയി എന്നുള്ളതിനെ കുറിച്ച് വസ്തുതപരമായ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് അഡ്വക്കേറ്റ് മാത്യു. കാരണം അതല്ലാതെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ കടലിൽ മുഴുവനും കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്, പ്രജനനത്തെ കംപ്ലീറ്റ് ആയിട്ട് ബാധിച്ചിരിക്കുകയാണ് എന്ന് നമുക്ക് കണ്ണുമടച്ച് പറയാനായിട്ട് സയന്റിഫിക് എവിഡൻസ് ഇല്ലാതെ പറയാനായിട്ട് നമുക്ക് പറ്റില്ല. തീർച്ചയായിട്ടും എല്ലാ ഏജൻസികളും ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തത് മാഡം പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഈ വാൻഹായുമായി ബന്ധപ്പെട്ട് ഉള്ള ആ കപ്പലിലാണ് മാഡം പറഞ്ഞതായി ബന്ധപ്പെട്ട ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്ത എല്ലാ ഓർഗാനിക് കെമിക്കൽസും ഉള്ളത്. ഈ ഓർഗാനിക് കെമിക്കൽസും ഞാൻ ലിസ്റ്റ് എടുത്ത് തന്നെയാണ് പരിശോധിച്ചത്. ബെൻസോഫിനോനും ട്രൈക്ലോറോ ബെൻസീനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വെറൈറ്റി ഓഫ് കെമിക്കൽസ് മാഡം പറഞ്ഞ പോലെ തന്നെ തീ പിടിക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ള കെമിക്കൽസ് അതിനകത്തുണ്ട്. ഈ കെമിക്കലുകളാണെങ്കിൽ പോലും നമ്മൾ നേരത്തെ ഡോക്ടർ അരവിന്ദ് പറഞ്ഞതുപോലെ തന്നെ എത്രത്തോളം കണ്ടെയ്നറുകളെ നമുക്ക് സേഫായിട്ട് മാറ്റാൻ പറ്റി എന്നുള്ളത് വരും ദിവസങ്ങൾ തീർച്ചയായിട്ടും പുറത്തു വരേണ്ടതല്ലേ. അല്ലാതെ അതിനകത്തുണ്ടായിരുന്ന ഈ 157 കണ്ടെയ്നറുകളും മൊത്തമായി തീ പിടിച്ചുവെന്നും അതിലെ കെമിക്കലുകൾ അപ്പാടെ തന്നെ വന്നു എന്നുള്ളതും വസ്തുതാപരമായ ഒരു തെളിവുകൾ ഇല്ലാതെ നമുക്ക് കണ്ണുമടിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ കെമിക്കലുകൾ കടലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ദൂരവ്യാപകമായ ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും മത്സ്യങ്ങളുടെ പ്രജനനത്തെയും മാത്രമല്ല മത്സ്യങ്ങളുടെ ഭക്ഷ്യ ശൃംഖലയെയും ഭാവിയിൽ അത് കൊച്ചിയിലെ മാത്രമല്ല കേരള തീരത്തെ മൊത്തമായിട്ടുള്ള മത്സ്യസമ്പത്തിനെ നെഗറ്റീവായിട്ട് തന്നെ, അതായത് അതിന് വിപത്തുണ്ടാക്കുന്ന രീതിയിൽ തന്നെ അത് ബാധിക്കുമെന്നും ഞാൻ വളരെ കറക്റ്റായിട്ട് പറഞ്ഞിരുന്നു. നമുക്ക് വേണ്ടത് മാത്രം കേട്ടുകൊണ്ട് മറ്റാളുകളുടെ അഭിപ്രായങ്ങളെ നമ്മൾ വിമർശിക്കുന്നത് കൊണ്ടാണ് പലതും നമ്മൾ കേൾക്കാതെ പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഇതിനെ ലഘൂകരിച്ച് പറഞ്ഞു എന്നുള്ളതിനെ ഞാൻ തീർത്തും നിഷേധിക്കുന്നു. ഞാൻ പറഞ്ഞത് വസ്തുതാപരമായിട്ടുള്ള എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോ ആളുകൾക്ക് മീൻ വാങ്ങി കഴിക്കുന്നതിൽ അപകടമുണ്ടോ? ഈ പറയുന്ന MSc LCMI ബന്ധപ്പെട്ട് വന്ന ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയത് ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നേരത്തെ ഹിന്ദുവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ആ ഒരു മീറ്റിങ്ങിനകത്തും അല്ലാതെയും കുഫോസിലെ മത്സ്യസമ്പത്തുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന എല്ലാവരും തന്നെ പറഞ്ഞത് മത്സ്യങ്ങൾ തീർത്തും ഭക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് തന്നെയാണ്. കാരണം ആ തിരുവനന്തപുരം പ്രദേശത്ത് അടിഞ്ഞ ആ ഒരു പ്ലാസ്റ്റിക് നേഡിൽസ് മാത്രമായിരുന്നു നമ്മളുടെ മുമ്പിൽ അന്നുണ്ടായിരുന്ന ഒരു ഇമ്മീഡിയറ്റ് കൺസേൺ. അല്ലാതെ കൊച്ചിയിൽ നിന്നോ ആലപ്പുഴയിൽ നിന്നോ പിടിക്കുന്നതുമായ മത്സ്യങ്ങളുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രശ്നങ്ങളും ഒരു വിദഗ്ധരും ഉന്നയിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഈ തീ പിടിച്ചുകൊണ്ടിരിക്കുന്ന കപ്പലിൽ നിന്നാണെങ്കിൽ പോലും ഇന്നോ നാളെയോ നമ്മൾ പിടിക്കുന്നതും അല്ലെങ്കിൽ ഭക്ഷിക്കുന്നതുമായ മത്സ്യങ്ങളിലേക്ക് ഉടനെ തന്നെ ഈ പുറത്തു വരുന്ന എല്ലാ കെമിക്കലുകളും കൂടി കടന്നു വരുമെന്നും അതെല്ലാം തന്നെ മനുഷ്യരിലേക്ക് എത്തുമെന്നുള്ളതൊന്നും തന്നെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു പഠനങ്ങളല്ല. അതിൻ്റെതായ ഒരു സമയമുണ്ട്, ഒരു കാലചക്രമുണ്ട്. ഈ കെമിക്കലുകൾ ഇതൊക്കെ ആരാണ് നമ്മളോട് പറയാൻ പോകുന്നത്? മാഡം ഇതൊക്കെ ഈ വിവരങ്ങളൊക്കെ ആരാണ് നമുക്ക് തരാൻ പോകുന്നത്? എന്ത് പരിശോധനകളും പരീക്ഷണങ്ങളും വിവരശേഖരണവുമാണ് നടക്കുന്നത്? ദ ജനറൽ പബ്ലിക് ഈസ് കെപ്റ്റ് ഇൻ ഡാർക്ക്. കാരണം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുന്നില്ല.
വിവരങ്ങൾ അറിയുന്നില്ല. നേരത്തെ നമ്മുടെ അഭിഭാഷകൻ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ ഈ കാർഗോ മാനിഫെസ്റ്റ് സംബന്ധിച്ച് തന്നെ എൽസ 3യുടെ അതിനകത്ത് എന്തൊക്കെയാണ്, അതിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ് സംബന്ധിച്ചിട്ടുള്ള പൂർണ്ണമായ വിവരങ്ങൾ പോലും വളരെ വൈകിയാണ് നമുക്ക് കിട്ടുന്നത്. ഈവൻ ദാറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് ടു സർട്ടൻ എക്സ്റ്റെൻറ്റ്. അപ്പോൾ നമുക്ക് വിവരങ്ങളൊന്നും കിട്ടുന്നില്ല, നമ്മളെ ഇരുട്ടിൽ നിർത്തിയിരിക്കുന്നു. തീരദേശവാസികളെ സംബന്ധിച്ച് അവരുടെ ആശങ്ക ഉയരുകയാണ്. ആളുകളെ സംബന്ധിച്ച് മീൻ ഭക്ഷിക്കാമോ ഇല്ലയോ എന്ന സംശയങ്ങൾ നിലനിൽക്കുകയാണ്. മീൻ വിൽക്കാൻ വന്ന് തിരികെ കൊണ്ടുപോകുന്ന ഉപജീവനമാർഗം മുട്ടിപ്പോയ എത്രയെത്ര മത്സ്യത്തൊഴിലാളികൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണണമെങ്കിൽ വ്യക്തമായ സുതാര്യമായ വിവര കൈമാറ്റം ഉണ്ടാകണം. ആരാണത് ചെയ്യുന്നത്? ഏത് സോഴ്സിൽ നിന്നാണ് അത് കിട്ടുക? അതുകൊണ്ടാണ് താങ്കളെപ്പോലുള്ള വിദഗ്ധരുടെ അഭിപ്രായങ്ങളെ വളരെ ഗൗരവത്തോടു കൂടിയും വളരെ സത്യസന്ധമായും സുതാര്യമായും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നത്. അപ്പോഴവിടെയും നമുക്ക് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? തീർച്ചയായിട്ടും ഈ എൽസിയുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ആശയക്കുഴപ്പവും ഉണ്ടായതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. കാരണം ഞാൻ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ പങ്കെടുത്ത ഒരാളല്ലെങ്കിൽ പോലും മറ്റു പല വിദഗ്ധരും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പങ്കെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവരുടെ എല്ലാം വീഡിയോസിൽ കൂടെ കടന്നു പോവുകയും ചെയ്തു. അതിലെനിക്ക് മനസ്സിലായത് അവരാരും തന്നെ അത്തരമൊരു ആശങ്ക പങ്കുവെച്ചിട്ടില്ല എന്നുള്ളതാണ് എൽസിയുമായിട്ടുള്ള ദുരന്തത്തിൽ. ഇനി ഇന്നലെ കത്തിയ കപ്പലുമായിട്ടും എനിക്ക് തോന്നുന്നില്ല ആരും തന്നെ, അതായത് നമ്മൾ ഇന്നോ നാളെയോ പിടിച്ചെടുക്കുന്ന ഈ മത്സ്യങ്ങളിലെല്ലാം തന്നെ ഈ ഹാനികരമായ കെമിക്കലുകൾ കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഒരു തരത്തിലുള്ള വാർണിങ്ങുകളും വന്നിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഈ പറയുന്ന അനാലിസിസുകളും, അതായത് കേന്ദ്ര ഏജൻസികളും കേരളത്തിലെ ഏജൻസികളും എടുത്തിരിക്കുന്ന സാമ്പിളുകളുടെ പൂർണ്ണമായിട്ടുള്ള വിവരം പുറത്തു വരുന്നത് വരെ നമുക്ക് ഒരു ജനങ്ങളെ പാനിക്കാക്കുന്ന രീതിയിലുള്ള, മറ്റുള്ളവരുടെ ആവശ്യത്തിന് ഉതകുന്ന രീതിയിലുള്ള ഒരു മെസ്സേജ് നമുക്ക് കൊടുക്കാൻ നിർവാഹമില്ല ഗോപികൃഷ്ണൻ. കാരണം നമുക്ക് അതിൻ്റെ ഉള്ള എവിഡൻസ് ബേസ്ഡ് ആയിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ശരി, താങ്ക് യു മാം. അഡ്വക്കേറ്റ് വി ജെ മാത്യു സാർ, താങ്കൾ നേരത്തെ ഈ FIR വായിച്ചല്ലോ. അതിൽ പറയുന്നത് അലക്ഷ്യമായ രീതിയിൽ കപ്പലോടിച്ച് അപകടമുണ്ടാക്കി എന്നത് ഉൾപ്പെടെയുള്ള മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമടക്കം ഭാരതീയ ന്യായ സംഹിതയിലെ 282, 85, 86, 87, 88 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. ഇതെല്ലാം ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് എന്നാണ് കാണുന്നതും മനസ്സിലാക്കുന്നതും. ഇതാണോ ഇതിന്റെ ശരിയായ നടപടി ക്രമങ്ങൾ? ഇതാണോ ശരിയായ നിയമവഴി? ഇതിനകത്ത് നമ്മുടെ നിയമവ്യവസ്ഥയുടെ ഒരു കുഴപ്പമുണ്ട്. കാരണം നമുക്കിപ്പം നമ്മൾ നേരത്തെ കുസാറ്റും കുഫോസിലെയും 2 എക്സ്പേർട്സിൻ്റെ അടുത്ത് സംസാരിച്ച് ഇവർ 4-5 മാസം കൊണ്ട് പഠിച്ച് റിപ്പോർട്ട് തന്നാലും നമുക്ക് ചെയ്യാവുന്ന എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമുള്ള വകുപ്പാണ്. എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ 6, 7, 8 അതിൻ്റെ പീനൽ പ്രൊവിഷൻ സെക്ഷൻ 15 ആയിരുന്നു. അത് ഈ അടുത്തിടെ വന്ന ജനവിശ്വാസ് ആക്ട് 23 വെച്ചിട്ട് അത് അമെൻഡ് ചെയ്തു. ആ ഇംപ്രിസൺമെൻറ്റ് 5 years ഇംപ്രിസൺമെൻ്റ് ഉള്ളത് മാറ്റി അത് ഫൈനാക്കി മാറ്റി. ബാക്കിയുള്ള ഈ ഇപ്പോൾ കേസെടുത്തേക്കുന്ന വകുപ്പുകളെല്ലാം 282 6 months or fine 10,000, 285 that is fine, then 286 6 months imprisonment or fine 5,000 rupees or both, 287 again 6 months and fine. ഇതാണ് എൻ്റെ മാക്സിമം. പിന്നെ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഇതൊക്കെ പഠിച്ച് റിപ്പോർട്ട് വന്നാലും ചെയ്യാവുന്നത് ഈ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമുള്ളതാണ്. അതിൻ്റെ സ്ഥിതിയാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. പിന്നെ നമ്മുടെ UN-ൻ്റെ കുറേ കൺവെൻഷനുണ്ട്. UN-ൻ്റെ കൺവെൻഷൻ, ഇൻ്റർനാഷണൽ കൺവെൻഷൻ ഓൺ സിവിൽ ലയബിലിറ്റി ഫോർ ബങ്കർ ഓയിൽ പൊല്യൂഷൻ, അത് മാത്രം ഇന്ത്യ റാറ്റിഫൈ ചെയ്തിട്ടുണ്ട്. നെയ്റോബി ഇൻ്റർനാഷണൽ കൺവെൻഷൻ റാറ്റിഫൈ ചെയ്തു എന്നും പറയുന്നു, ചെയ്തില്ല എന്നും പറയുന്നു. ഇൻ്റർനാഷണൽ കൺവെൻഷൻ ഓൺ കാരേജ് ഓഫ് ഹസാർഡസ് ആൻഡ് നോക്ഷ്യസ് സബ്സ്റ്റൻസസ് ബൈ സീ 1996 HNS കൺവെൻഷൻ എന്ന് പറയും. ഇതൊന്നും റാറ്റിഫൈ ചെയ്തിട്ടില്ല. ഇതൊക്കെ റാറ്റിഫൈ ചെയ്തിട്ട് ഇതിനൊക്കെ തക്കതായ ആക്ട് ഉണ്ടാക്കി കടുത്ത ശിക്ഷ നൽകുന്ന വകുപ്പുകൾ ഉണ്ടാക്കിയാലേ ഇതുകൊണ്ടെല്ലാം കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പോൾ നിലമ്പൂർ ഇലക്ഷൻ റിസൾട്ട് വരും, അല്ലെങ്കിൽ ദിലീപൻ്റെ കേസിൻ്റെ വിധി വരും, നമ്മളൊക്കെ മാർക്കും. അപ്പോഴും കുഫോസും കുസാറ്റും സെൻട്രൽ ഗവൺമെൻറ്റൊക്കെ ഏജൻസികളൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു കപ്പൽ വരുന്നിടം വരെ പഠിച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാം എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം. ഞാനൊരു 3 വർഷം ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി മാരിടൈം ബോർഡ് ചെയർമാനായിരുന്ന ആളാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ, ഇതെല്ലാം പഠിച്ച് ഡാറ്റയിലുള്ളതല്ലേ. ഇന്ന കെമിക്കൽ വെള്ളത്തിൽ വീണാൽ, സെലൈൻ വാട്ടറിൽ വീണാൽ എന്തുണ്ടാകും, മത്സ്യസമ്പത്തിന് എന്തുണ്ടാകും, അതിനിപ്പോൾ കണ്ടെയ്നറിൻ്റെ പുറകേക്ക് പോകേണ്ട കാര്യമില്ല. ശരി, അതുകൊണ്ട് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാകും, അത് ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് കൊടുക്കുക. ഏതായാലും മാത്യു സാർ ഈ പറഞ്ഞതുപോലെ തന്നെ എത്രയും വേഗം ഈ കാര്യങ്ങളിൽ ഗവേഷണങ്ങളോ പഠനങ്ങളോ നടത്തി അതിന്റെ ശരിയായ കണ്ടെത്തലുകളുമായി റിപ്പോർട്ട് സമർപ്പിക്കുക. മത്സ്യസമ്പത്ത് സുരക്ഷിതമാണോ, മീൻ ഭക്ഷിക്കുന്നത്
നല്ലതാണോ ഈ സന്ദർഭത്തിൽ എന്ന കാര്യങ്ങളിലുമൊക്കെയുള്ള അവ്യക്തത സാധാരണക്കാരെ സംബന്ധിച്ച് ഇപ്പോഴുമുണ്ട്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം വ്യക്തത വരുത്തുന്ന കണ്ടെത്തലുകളും അതിൻ്റെ ഫലങ്ങളുമൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും അടിക്കടി കേരള തീരത്തുണ്ടായിട്ടുള്ള 2 കപ്പൽ അപകടങ്ങൾ നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. ഈ കാര്യങ്ങളിൽ ജനങ്ങളോടുള്ള പ്രതിബദ്ധത പ്രകടമാക്കുന്ന തരത്തിലായിരിക്കണം ഭരണകൂടങ്ങളുടെ ഇടപെടൽ ഉണ്ടാകേണ്ടത്. അതല്ലെങ്കിലുള്ള പ്രതിഷേധം നേരിടേണ്ടി വരും. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പ്രൈം എന്നിവിടെ പൂർത്തിയാകുന്നു.